ഹായ്, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഉത്തരാഖണ്ഡ് പോയ വിശേഷങ്ങൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് ഈ ആദ്യത്തെ വീഡിയോയിൽ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് രണ്ടാമത്തെ ഒരു ഇതെടുത്തത്. അപ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡിലെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവരുടെ വീടിൻ്റെ ടെറസിൻ്റെ മേലെ നിന്നിട്ടുള്ള കാഴ്ചകളാട്ടോ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നേ. അവിടുന്ന് ദൂരേന്ന് നോക്കിയാൽ കാണാം നമ്മുടെ മസൂറിയൊക്കെ കേട്ടോ. രാത്രിയായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു, ലൈറ്റുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഋഷികേശിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഋഷികേശിലേക്ക് പോകുന്ന വഴി നമ്മൾ തെറി ലേക്കിൻ്റെ മുന്നിൽ കൂടിയൊക്കെ കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ അവിടെ പോകുന്ന സമയത്ത് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഋഷികേശിലെത്തി കേട്ടോ. ഋഷികേശിലെത്തിയപ്പോൾ നമ്മൾ ജാനകി ജൂലേൻ്റെ വഴി കൂടിയാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ മുന്നേ ഋഷികേശ് പോയതാണ്. അപ്പോൾ ഞങ്ങൾ ലക്ഷ്മൺ ജൂലേ കൂടെയായിരുന്നു പോയിണ്ടായിരുന്നത്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ട് എല്ലാം ക്ലോസ് ചെയ്തു കേട്ടോ. അങ്ങനെ ജാനകി ജൂല ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ആ വഴിയായിരുന്നു എല്ലാവരും പോയിണ്ടായിരുന്നത്. അപ്പോൾ ഒരു വഴി 2 വീലർ പോകുന്നുണ്ട്, ഒരു വഴി അവിടെ കണ്ട് തിരിച്ചു വരുന്നവരും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ തീർത്ഥം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബോട്ടിലുകളൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ പോയപ്പോഴും ഞാൻ 2-3 ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നമുക്കും എടുക്കണം കേട്ടോ പോകുമ്പോൾ എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് അവിടുത്തെ ആ ശിവലിംഗം എന്തൊരു ഭംഗിയാണെന്നറിയാം അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അവിടുത്തെ ആ ഒരു എന്താ പറയുക, അവിടെ എത്തുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ആണ് കേട്ടോ. അവിടുത്തെ ആ ഒരു ശിവലിംഗം നമ്മുടെ ഒരു പ്രളയം വന്ന സമയത്ത് അത് മാത്രം മുങ്ങിയില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴിതാ കൈയും കാലൊക്കെ കഴുകുകയായിരുന്നു കേട്ടോ. എല്ലാവരും ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. പക്ഷേ അന്നും ഞാൻ കുളിച്ചില്ല. നല്ല അത്യാവശ്യം ചെറിയ തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെള്ളത്തിലിറങ്ങിയപ്പോൾ എൻ്റെ സഹിക്കാൻ വയ്യാത്ത തണുപ്പ് കേട്ടോ. എന്തൊരു തണുപ്പായിരുന്നു എന്നറിയാം. അങ്ങനെ ഞാൻ ഏട്ടനോട് പറയുന്നു കേട്ടോ, ഏട്ടാ ഒന്ന് വീഡിയോ എടുത്ത് തരുമോയെന്ന്. അങ്ങനെ അവരെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൈയും കാലൊക്കെ കഴുകി. എനിക്ക് കുളിക്കാനൊക്കെ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ എന്താണെന്നറിയോ, ഈ ശ്വാസം മുട്ടലുള്ളത് കാരണം ചെറിയ തണുപ്പുണ്ട്. വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ വെള്ളത്തിൻ്റെ തണുപ്പും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് എന്തായാലും എനിക്ക് പണി കിട്ടും എന്നറിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുളിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ പിന്നെ സാറിൻ്റെ മോളെയൊക്കെ ആയിട്ട് ഏട്ടൻ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോഴും അവൾക്ക് കൈയും കാലൊക്കെ കഴുകണം ഒക്കെ ഉണ്ട്. അവൾക്ക് കുളിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ കുറച്ച് കോൾഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മളതെല്ലാം തൊഴുതു. പിന്നെ അവിടെ ഇൻ്റർനാഷണൽ യോഗ ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ ഒന്ന് പോയി നോക്കിയേ. അതൊക്കെ ഫുള്ള് നോക്കി നിന്നാൽ നമ്മളെ സമയം പോവുമല്ലോ. പിന്നെ അവിടെ പരമാർത്ഥ നികേതൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടേക്കൊക്കെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ പോയതാണ്, എങ്കിലും നമ്മൾക്ക് അന്ന് യൂട്യൂബും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കയറി. അവിടുന്ന് കുറേ ചെടികളുടെ നല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ നാട്ടിലെ ഈ കടലാസും പൂവൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട് നല്ല ഭംഗിയായിട്ട് അവിടെ ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മളെവിടെ പോയാലും നമ്മളെ സംഭവം ഫോട്ടോസാണ് കേട്ടോ. അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മളവിടെ ഉള്ളിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് പോയപ്പോൾ ഹനുമാൻ അവിടെ ഒരു മന്ദിരമുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ തൊഴുകയൊക്കെ ചെയ്തു. പിന്നെ അവിടെ ഒരു ശിവൻ്റെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഇടയ്ക്ക് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആളൊഴിഞ്ഞൊരു സമയം ആയിരുന്നു ഞാൻ ചെല്ലുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ അവിടെ കയറി തൊഴലും എല്ലാം ചെയ്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് തൊഴാനൊക്കെ പറ്റിയിട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞതാ പിന്നെയും നമ്മൾ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ നടന്നു കേട്ടോ. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അതൊരു വെയിലൊക്കെ വന്നു. അപ്പം നമുക്ക് ചൂടെടുക്കണോണ്ട് ചെറിയ തണുപ്പോട് രണ്ടും കൂടെ ഉള്ളൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ട ഞാൻ പറഞ്ഞ കടലാസും പൂ എന്ത് ഭംഗിയാണെന്നറിയാം കാണാൻ. അപ്പം അവിടുന്ന് ഓരോരോ ഫോട്ടോസ് മോള് പറഞ്ഞാൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞപ്പോൾ ഓരോരോ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മളൊരുവിധം തളർന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ നടക്കുകയല്ലേ. അപ്പോൾ നടക്കുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര തളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് പോരാൻ നേരത്തെ നമ്മൾ 2 പേരും ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ആ ജസ്റ്റ് ഇറങ്ങുന്ന അവിടെ നിന്ന് കേട്ടോ വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു ചേട്ടൻ അവിടെ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു ഒന്ന് എടുത്ത് തരുമോ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ മോള് പറഞ്ഞു ഞാൻ തന്നെ എടുത്തോളാം ആൻറ്റി എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ എടുക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ലക്ഷ്മൺ ജൂലൈ കൂടെ ജാനകി ജൂലൈ കൂടെ പോകുന്ന വഴിക്കാണ് ഈ ഒരു സീൻ കണ്ടത് കേട്ടോ.
ഇതിൽ നിന്ന് എത്ര ക്ലിയറായി കാണുമെന്നറിയില്ല. അവിടെ ഈ ശ്മശാന ഘട്ടമാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ബോഡി ഇങ്ങനെ കത്തിക്കുന്നതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് കണ്ടപ്പോൾ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഉണ്ട് കൊണ്ടുപോകുന്നത് ജീപ്പിൽ വെച്ചിട്ട് കേട്ടോ. ജീപ്പിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ കരിയർ ഉണ്ടാവുമല്ലോ, ഇതിൻ്റെ മേലെ കെട്ടി വെച്ചിട്ട് ബോഡി കൊണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ. അപ്പോൾ അവിടുത്തെ സാറ് പറയാം ഇങ്ങനെ തന്നെയാണ് ഇവിടെയൊക്കെ ചെയ്യാറ് എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വഴിയിൽ നിന്ന് ഞങ്ങൾ 2-3 ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ നമ്മൾ ഫുഡായി ഒന്നും കഴിച്ചില്ല. അങ്ങനെ ഖേര ഡാബയിൽ കയറിയിട്ട് ഞങ്ങൾ നല്ല അടിപൊളി പഞ്ചാബി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് നമ്മൾ വീട്ടിലെത്തി. അവിടെ നിന്ന് പിറ്റേ ദിവസം രാവിലെ പോരാനുള്ളതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം സംസാരിച്ചിട്ട് തീരണില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളൊക്കെ കഴിഞ്ഞു. അതായത് പിറ്റേന്നാട്ടോ ദീദി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഫുഡ് ഞങ്ങൾക്ക് വണ്ടിയിലേക്ക് ഫുഡ് ഉണ്ടാക്കി തരികയാണേ. പാവ എത്ര മണിക്ക് എണീറ്റിട്ടുണ്ടെന്ന് അറിയാം. 2 മണിയാകുമ്പോൾ എണീറ്റിട്ട് ആട്ട കുഴച്ച് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൻറ്റിയുടെ റൊട്ടിയും ഒക്കെ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചപ്പാത്തിയൊക്കെ റെഡിയാക്കി പാക്ക് ചെയ്ത് തന്നു വിട്ടു കേട്ടോ. പിന്നെ ഞങ്ങളിത് അവിടുന്ന് പോരാൻ നേരത്തെ ഞങ്ങൾ യാത്ര പറയാനുള്ളൊരു ഇതായിരുന്നു. എല്ലാം കഴിഞ്ഞു നമ്മളവിടുന്ന് പിന്നെ രാവിലെ തന്നെ നേരത്തെ പോന്നാൽ ട്രാഫിക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് വന്നിട്ട് ചേട്ടനന്ന് ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ തിരിച്ചെത്താമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അത് കാരണം ഞങ്ങൾ പ്രത്യേകിച്ച് നേരത്തെ എണീറ്റ് നേരത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവിടുന്ന് നേരത്തെ ഇറങ്ങി കേട്ടോ. അങ്ങനെ രീതിയെല്ലാം സെറ്റാക്കി ഞങ്ങൾക്ക് തന്ന് വിട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ആ ലാസ്റ്റ് പോരാൻ നേരത്ത് ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തതാട്ടോ. നമുക്കവിടെ മെമ്മറീസിൽ കിടക്കട്ടെ, എപ്പോഴെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ കാണാമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞ ദീദി ഞാൻ ഒന്നും കൂടി ദീദീൻ്റെ റൊട്ടി ഉണ്ടാക്കുന്നത്. പക്ഷേ ദീദി പെട്ടെന്ന് കേട്ടോ ഫട്ടാഫട്ട് എന്നാണ് ദീദി എപ്പോഴും പറയുക. ഫട്ടാഫട്ട് ഞാൻ റൊട്ടി ഉണ്ടാക്കിയിട്ട് തരാമെന്നാണ് പറയുക. അങ്ങനെ ദീദി ഇതേമാതിരി ഫട്ടാഫട്ട് റൊട്ടിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നു വിട്ടതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് മോള് നല്ല ഉറക്കമായിരുന്നേ. അവളെ വിളിച്ച്, അപ്പോൾ പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ ചെറുതായിട്ട്. അവളെ വിളിച്ച് അവർ യാത്ര പറയാൻ നേരത്ത് വിളിച്ചതായിരുന്നേ. അങ്ങനെ ദീദി അവരുടെ സായിബാബയുടെ കുറിയും ഒക്കെ തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച് വിട്ടതാണ് കേട്ടോ. ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ആ സമയത്ത്. കാരണം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഡൽഹിയിൽ വന്ന ആ കാലം മുതലേ ഞങ്ങൾ ഒരുമിച്ച് ആയിരുന്നു കേട്ടോ. അടുത്തടുത്ത റൂമുകളിലൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ മക്കളെയൊക്കെ ഒരുപാട് നോക്കിയതായിരുന്നു കേട്ടോ അവരൊക്കെ. അപ്പം നമുക്കത് എന്താ പറയുക എന്തോ ഒരു ഭയങ്കര വിഷമമായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിഷമം കേട്ടോ. അങ്ങനെ ഭയങ്കര സങ്കടം, ദീദിക്ക് സങ്കടം, സാറിന് സങ്കടം, എല്ലാവരും കരഞ്ഞ ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ആ ഇറങ്ങാൻ നേരത്ത് കേട്ടോ. പോരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് ദിവസങ്ങൾ കഴിഞ്ഞു പോയ ഫീലായിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇതാ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഡൽഹിയിൽ എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വണ്ടി ഓടിച്ചിട്ട് ഇത്രയും ദൂരം, അത് ചേട്ടൻ അത്രയൊന്നും ദൂരം വണ്ടി ഓടിക്കാത്ത ആൾ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ഓടിച്ച് ഞങ്ങൾ സുഖമായിട്ട് പിന്നെ എന്താ പറയുക ഉത്തരാഖണ്ഡ്, ഋഷികേശ് അങ്ങനെ എല്ലായിടത്തിലും ഞങ്ങൾക്ക് പോകാൻ പറ്റി. അങ്ങനെ ലാസ്റ്റ് യാത്ര പറഞ്ഞ് ഞങ്ങളങ്ങനെ പോരുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉത്തരാഖണ്ഡ് ബോർഡർ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ വീഡിയോ എടുത്ത് വെച്ചതാണ്. അപ്പം നല്ലൊരു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു സ്വപ്നം പോലെയാണ് കേട്ടോ ഈ യാത്ര തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഉത്തരാഖണ്ഡ് യാത്ര ഇതാ അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റാണ് ഈ ക്ലിപ്പ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതും കൂടെ ഇതിൽ ആഡ് ചെയ്യുകയാണേ. അപ്പോൾ ഞങ്ങൾ ഋഷികേശ് പോയ സമയത്ത് മോൾക്ക് എന്തൊക്കെയോ കുറച്ച് കല്ലൊക്കെ പെറുക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ പെറുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഞാനിത് ലാസ്റ്റിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് എനിക്ക് ഇത്രയൊക്കെയോ എന്താ പറയുക വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ അറിയുള്ളൂ, എഡിറ്റ് ചെയ്യാനും ഇത്രയൊക്കെ അറിയുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് എന്നെപ്പോലുള്ള അമ്മമാർ, കാരണം എനിക്ക് അത്ര വലിയ ഇതിനെക്കുറിച്ചുള്ള ഐഡിയകളൊന്നും ഇല്ലാത്ത ആളാണ് കേട്ടോ. ഞാൻ എത്രയോ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാൻ ഇത്രയൊക്കെ ഓരോന്ന് ഒപ്പിച്ച് വെച്ചു.
അപ്പോൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്